എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ ശരിയായി പോവാത്ത സമയങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. നമ്മുടെ ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് നാം കാരണമറിയാതെ തന്നെ പല പ്രശ്നങ്ങൾക്കും ഉണ്ടാകും, തടസ്സങ്ങളുണ്ടാകും, പലതരമായ വിഷമഘട്ടങ്ങളും ഉണ്ടാകുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്, നേരിട്ടിട്ടുണ്ട്. ഇതെല്ലാം ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുറ്റത്തും കാണാൻ സാധിക്കാത്ത നെഗറ്റീവ് ശക്തികളുടെ ഫലമായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ ലളിതമായ പക്ഷേ ശക്തമായ ഒരു കർമ്മത്തെക്കുറിച്ചാണ്. ഒരു നാളികേരം മാത്രം ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവന്ന് നമ്മുടെ ഉദ്ദിഷ്ടകാര്യം സാധ്യമാക്കുന്ന ഒരു ലളിത കർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു രാത്രി മുഴുവൻ ഒരു നാളികേരം നാം കിടക്കുന്ന കട്ടിലിന് സമീപം വച്ചാൽ എന്ത് സംഭവിക്കും? എന്തുകൊണ്ടാണ് അത് രാവിലെ പൂവും പഴവും കൂടെ അമ്പലത്തിൽ സമർപ്പിക്കാൻ പറയുന്നത്? ഇത് ശരിക്കും പ്രവർത്തിക്കുമോ? നമ്മുടെ ഉദ്ദിഷ്ടകാര്യം ഇതിലൂടെ നടക്കുമോ? ഇവയുടെ എല്ലാ ഉത്തരങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനത്തോളം കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണ ഗുണം മനസ്സിലാക്കാൻ കഴിയൂ. നാളികേരം ഹിന്ദു സംസ്കാരത്തിൽ വളരെ പവിത്രമായ ഒരു വസ്തുവായിട്ടാണ് നാം കരുതിപ്പോരുന്നു. നാം ശബരിമലയ്ക്ക് പോകുമ്പോൾ നാളികേരം നല്ലപോലെ മിനുസപ്പെടുത്തി അതിൽ നെയ്യൊഴിച്ച് ശിരസിൽ വച്ചുകൊണ്ടാണ് നാം ശബരിമല ശാസ്താവിനെ തൊഴാൻ പോകുന്നത്. അതൊരു ചടങ്ങായി എല്ലാവരും കരുതുന്നു. അങ്ങനെയല്ല, ഇതിന് വളരെ അർത്ഥവത്തായ ഒരു കാര്യമുണ്ട്. ആ നാളികേരത്തെ നമ്മുടെ ശരീരമായും അതിൽ ഒഴിക്കുന്ന നെയ്യ് നമ്മുടെ എല്ലാ പാപദോഷങ്ങളുമായി സങ്കല്പിച്ചാണ് ആ നെയ്യിൽ നമ്മുടെ നാളികേരത്തിലേക്ക് ഒഴിക്കുന്നത്. അത് നമ്മുടെ ശിരസിൽ ചുമന്ന് ശാസ്താവിൻ്റെ മുന്നിൽ നമ്മുടെ എല്ലാ പാപങ്ങളും ദോഷങ്ങളും സമർപ്പിച്ച് പുതിയൊരു മനുഷ്യനായി തിരിച്ചു വരാൻ പണ്ട് നമ്മുടെ പഴമക്കാർ ചെയ്തു വന്നിരുന്ന ഒരു അനുഷ്ഠാനം ഇന്നും നമ്മൾ നാളികേരം കൊണ്ട് ചെയ്തു പോരുന്നു. നാളികേരത്തിൻ്റെ പൗത്രതയെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. നാളികേരം നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നെഗറ്റീവ് എനർജി ആകർഷിച്ച് എടുക്കുന്ന ഒരു പ്രകൃതിദത്തമായ ഘടകമാണ്. പണ്ട് മുതൽക്കേ നമ്മുടെ പൂർവികർ വിശ്വസിച്ചു പോന്നിരുന്നു. നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഏറ്റവും ശാന്തമായ ഒരു അവസ്ഥയിലാണ് ആ സമയം. ഈ സമയത്ത് നമ്മുടെ ചുറ്റുപാടുമുള്ള നെഗറ്റീവ് വൈബ്രേഷനുകൾ കൂടുതൽ നമ്മെ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്ന സമയമാണ് ഈ ശാന്തമായ അവസ്ഥയിൽ രാത്രിയിൽ. ഈ സമയത്ത് ഒരു നാളികേരം നമ്മുടെ കട്ടിലിന് സമീപം വച്ചാൽ ഈ നാളികേരം അവിടെ നമ്മുടെ ചുറ്റിനുമുള്ള ആ നെഗറ്റീവ് ഊർജത്തെ ആകർഷിക്കുകയും നമുക്ക് പോസിറ്റീവ് വൈബ്രേഷൻ നമുക്ക് പ്രദാനം ചെയ്യുന്നു. ഈ നാളികേരം വയ്ക്കുമ്പോൾ നാം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു നല്ല നാളികേരം എടുക്കണം. പൊട്ടാത്തതും കേടുവന്നതുമായ നാളികേരം എടുക്കരുത്. ശുദ്ധമായ ആയിരിക്കണം. നമ്മളത് അടുത്തുള്ള സ്റ്റോറിൽ പോയി നല്ലത് നാളികേരം വാങ്ങി വയ്ക്കുക. ഇനി ഈ തേങ്ങ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അത് നമ്മുടെ കട്ടിലിന് സമീപത്ത് വയ്ക്കണം പറഞ്ഞുള്ളൂ. അത് പ്രത്യേകിച്ചും നമ്മുടെ തലവശത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. വയ്ക്കുമ്പോൾ ഈ നാളികേരം നമ്മൾ കയ്യിൽ പിടിച്ച് നമ്മുടെ ഇഷ്ടദേവത, കുലദേവത ഇവരെ മനസ്സിൽ സങ്കല്പിച്ച് വേണം നമ്മളിങ്ങനെ വയ്ക്കാൻ. ആ വയ്ക്കുമ്പോൾ ഒരു ഈ കാര്യം കൂടി നമ്മൾ പറയുകയും വേണം. എൻ്റെ ഇഷ്ടദേവതയെ കുലദേവത ആരാണ് അവരുടെ പേര് പറഞ്ഞ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഇങ്ങനെ പറയണം: എൻ്റെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവ് എനർജിയും ഈ നാളികേരത്തിലേക്ക് ആഗിരണം ചെയ്ത് എൻ്റെ ആഗ്രഹമായ അതായത് നിങ്ങളുടെ ഏത് ആഗ്രഹമാണോ ആ സമയത്ത് ഈ പറയണം. എൻ്റെ ആഗ്രഹമായ എനിക്ക് ടീച്ചറാകണം, അങ്ങനെ വക്കീലാകണം, എനിക്കൊരു വീട് ലഭിക്കണം, എനിക്കൊരു കാർ വാങ്ങണം, അതെന്താണോ ആ ആഗ്രഹം അവിടെ പറയണം. അതായത് എൻ്റെ ആഗ്രഹമായ അത് എത്രയും വേഗം സാധിച്ചു തരണം എന്നും ശാന്തമായി പറയുക. നാളികേരത്തിലേക്ക് നിങ്ങളുടെ നെഗറ്റീവ് എനർജി പ്രവേശിക്കുന്നതായി മനസ്സിൽ വിശ്വാസത്തോടെ സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ കണ്ണുകളടച്ചാൽ നാളികേരത്തിലേക്ക്
നെഗറ്റീവ് എനർജി പ്രവേശിക്കുക, അതായത് ഒരു കറുത്ത കളറുള്ള അത് നമ്മൾ പ്രവേശിക്കുന്നത് സങ്കല്പിക്കണം. എന്നിട്ട് നിങ്ങളുടെ മനസ്സ് എന്താ ആഗ്രഹമാണോ ആഗ്രഹിച്ചിട്ടുള്ളത് അത് നടക്കുന്നതായി സങ്കല്പിക്കുകയും വേണം. കൂടാതെ ആ നാളികേരത്തിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് എനർജി ലഭിക്കുന്നതായി, അതായത് വെളുത്ത കളറുള്ള പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക്, മനസ്സിലേക്ക്, ശരീരത്താകമാനം ഇങ്ങനെ വ്യാപിക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കണം. എന്നിട്ട് നമ്മുടെ ആഗ്രഹം നടന്നതായി സങ്കല്പിക്കുകയും വേണം മനസ്സിൽ. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു ടീച്ചർ ജോലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വരാനുള്ള ഒരു ലെറ്റർ കിട്ടുന്നു. അത് നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പോയി വിജയകരമായി പാസ്സാകുന്നു. അങ്ങനെ നിങ്ങൾ സ്കൂളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കുന്നു, ആദ്യ ശമ്പളം വാങ്ങുന്നു. ആദ്യമായി ആ ശമ്പളത്തിൽ നിന്നും അച്ഛനും അമ്മയ്ക്കും വസ്ത്രങ്ങൾ വാങ്ങി നൽകുന്നു. അങ്ങനെ പോസിറ്റീവായ ഓരോ കാര്യങ്ങളും കുറിച്ച് കുറച്ച് സമയം നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആ ആഗ്രഹം നടന്നതായി മുൻ പറഞ്ഞതുപോലെ ചിത്രീകരിക്കുക, പൂർണ്ണമായും വിശ്വസിച്ച് ചിത്രീകരിക്കുക. ഞാൻ ഇവിടെ ഉദാഹരണമായി ഒരു ടീച്ചർ ജോലി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ ഏത് ആഗ്രഹവും ഇങ്ങനെ ചെയ്യുക, എന്നിട്ട് സുഖമായി ഉറങ്ങുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നാം അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിലെ നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പതിഞ്ഞ് ഇതിൻ്റെ ഒരു നേർചിത്രം സ്വപ്നമായി നാം ഉറങ്ങുമ്പോൾ വരും. ഇത് നിങ്ങൾ വിശ്വാസപൂർണ്ണം ചെയ്താലാണ് ഇങ്ങനെ സ്വപ്നമായി വരുന്നത്. അടുത്ത ദിവസം അതിരാവിലെ നാം ഈ നാളികേരത്തിനോടൊപ്പം പൂവും പഴവും കൂടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. പൂവും പഴവും ഒക്കെ നേരത്തെ വാങ്ങി വയ്ക്കണം. കാരണം അതിരാവിലെ പൂവും പഴവും കിട്ടാൻ നമുക്ക് സാധിക്കില്ല, ഷോപ്പുകളൊന്നും തുറക്കാറില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടു വളർത്തുന്ന ചെടികളിലും പൂവുണ്ടായാലും അവിടെ വാഴ ഉണ്ടെങ്കിൽ ആ വാഴത്തിലെ പഴമായാലും ഏറ്റവും അത്യുത്തമമാണ്. അത് കിട്ടിയാൽ അത്യുത്തമമാണ്, അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിക്കേണ്ടി വരും. അപ്പം അതിരാവിലെ ഷോപ്പ് തുറക്കില്ല. അതിനാൽ നമ്മൾ നേരത്തെ തന്നെ വാങ്ങി വയ്ക്കണം ഈ കാര്യങ്ങളൊക്കെ അല്ലേ. അതോടൊപ്പം നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിങ്ങളുടെ ഇഷ്ടദേവതയാണെങ്കിൽ, നിങ്ങളുടെ കുലദേവതയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് ആ ക്ഷേത്രത്തിൽ തന്നെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സമർപ്പിക്കുക. അപ്പം ഈ പ്രക്രിയയിൽ ഈ നാളികേരം ഒരു എനർജി ട്രാൻസ്ഫർ മീഡിയം പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളിൽ നിന്ന് ഉണ്ടാവുന്ന ഈ നെഗറ്റീവ് എനർജി ഈ നാളികേരത്തിലേക്ക് ആഗിരണം ചെയ്ത് ആ നാളികേരം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അത് ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ പൂവും പഴവും ചേർന്ന് നൽകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അത് ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ പ്രതീകമാണ്. നമ്മുടെ നന്ദിയും വിശ്വാസവും ദൈവത്തിന് പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണിത്. ഞാൻ ഒരു വ്യക്തിയുടെ കാര്യം പറയാം. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടുന്ന ഒരു അവസ്ഥയാണ്. ജോലിയില്ലാതെ വരിക, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുടുംബ പ്രശ്നങ്ങളും ഇതിൻ്റെ നടുവിൽ കിടന്ന് അദ്ദേഹം വിയർപ്പ് മുട്ടുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഗുരുവായൂർ പോയി ഭഗവാനെ, കണ്ണനെ കാണാൻ തൊഴാൻ വേണ്ടി പോയിരുന്നു. ആ ഇടയ്ക്ക് ഞാൻ ഗുരുവായൂർ തൊഴാൻ പോകാറുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ കാണാൻ ഇടവന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ വിഷമാവസ്ഥകളും എന്നോട് വിശദമായി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ എല്ലാം ശരിയാകും, വിഷമിക്കേണ്ട അവസ്ഥ വരില്ല. ഞാൻ അല്പസമയം ഗുരുവായൂരപ്പനെ ധ്യാനിച്ച് ഇദ്ദേഹത്തിന് ആശ്വാസകരമായ എന്തെങ്കിലും പറയാൻ സാധിക്കുമോ, അത് എന്നോട് മനസ്സുദിച്ചു തരണേ എന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ഉദിച്ച കാര്യമാണ് ഞാൻ മുൻ പറഞ്ഞ ആ കാര്യങ്ങൾ. ഞാൻ ആ കാര്യം അദ്ദേഹത്തോട് ലളിതമായി പറഞ്ഞു കൊടുത്തു. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായ വിശ്വാസത്തോടെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് 7 ദിവസം തുടർച്ചയായി ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ഇഷ്ടദൈവം ഗുരുവായൂരപ്പനായതുകൊണ്ട് ആ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ച് 7 ദിവസം തുടർച്ചയായി ചെയ്യാൻ പറഞ്ഞു. 2 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് മനസ്സിന് വളരെയധികം ശാന്തി അനുഭവിക്കാൻ തുടങ്ങി. 3-ാമത്തെ ദിവസം അദ്ദേഹത്തിന് ചില പോസിറ്റീവായ മാറ്റങ്ങൾ വന്നു തുടങ്ങുകയും ചെയ്തു. 7-ാമത്തെ ദിവസം അത്ഭുതം എന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടകാര്യം സാധിച്ചു. അദ്ദേഹം നല്ല ബിഎഡ്കാരനായിരുന്നു, നല്ലപോലെ റാങ്കോടെ പാസ്സായി, നല്ലപോലെ പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ജോലി കിട്ടാൻ പ്രയാസമായിരുന്നു. ഈ കർമ്മം ചെയ്തതിലൂടെ അദ്ദേഹത്തിന് നല്ലൊരു ജോലി, ടീച്ചർ ജോലി അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങളും
സാമ്പത്തിക ദുരിതങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവതയായ ഗുരുവായൂരപ്പൻ സാധിച്ചു കൊടുത്തു. ഈ കർമ്മം ചെയ്തതിലൂടെയും നമ്മൾ ഭഗവാനിലേക്ക് മനസ്സർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം ഫലം ലഭിക്കും. മനസ്സർപ്പിച്ച് നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ, ഇപ്പം അദ്ദേഹത്തിൻ്റെ ഗുരുവായൂരപ്പനായിരുന്നു, അപ്പം മറ്റുള്ളവർക്ക് വേറെ ദൈവങ്ങളായിരിക്കാം. അപ്പോൾ ആ ദൈവത്തിനെ മനസ്സർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് ഈ കർമ്മം കൂടി ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം സാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായ ടീച്ചർ ജോലി ലഭിക്കുകയും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ദുരിതങ്ങളെല്ലാം മാറി എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകുകയും ചെയ്തപ്പോൾ അതറിയാൻ സാധിച്ചു. ഞാൻ ഗുരുവായൂരപ്പനോട് നന്ദി പറയുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ഐശ്വര്യവും കൊടുത്തതിനും ഭഗവാനെ ഇത് അറിയാൻ സാധിച്ചതിനും ഇത് അങ്ങ് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചതിനും എനിക്ക് ഒരവസരം തന്നതിന് അദ്ദേഹത്തിന് ഗുരുവായൂരപ്പനോട് നന്ദി പറയുകയും ചെയ്തു. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ലളിതകർമ്മം വിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടെയും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പൂർണ്ണമായ വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്യുക. ഇത് ഗുരുവായൂരപ്പൻ എൻ്റെ മനസ്സുദിച്ച കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ വിശ്വാസത്തോടെ ഇത് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം എന്തായാലും അത് സാധിച്ചു തരും. ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ചെയ്യുമ്പോൾ പൂർണ്ണമായ വിശ്വാസം വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. ഈ നാളികേരം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പൊട്ടിയതോ കേടുവന്നതോ ആയ നാളികേരം എടുക്കരുത്. നല്ല നാളികേരം നമ്മൾ പോയി നോക്കി ഷോപ്പിൽ പോയി എടുക്കണം. ഇത് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കാണിക്കാതെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. 7 ദിവസം തുടർച്ചയായി ചെയ്യുന്നത് കൂടുതൽ ഫലപ്രദമാണ്. അപ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഇനി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഇങ്ങനെ ലളിതമായ കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളിത് ഒരിക്കൽ പരീക്ഷിച്ച് നോക്ക്. നിങ്ങളുടെ അനുഭവം എന്താണെന്ന് കമൻറ്റായി അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദിയും നമസ്കാരവും ഞാൻ രേഖപ്പെടുത്തുന്നു.